നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഈ ഒരു അടുത്ത കാലത്തായി മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ മലയാള സിനിമ താരങ്ങൾ കണ്ട ഏറ്റവും വലിയ മോശ സമയമായിരുന്നു കഴിഞ്ഞ പോയ വർഷം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പുറത്തു വന്നത് മലയാള സിനിമ ഇതുവരെ ആരും അറിയാത്ത പല കാര്യങ്ങളുമായിരുന്നു. എന്തിനേറെ പറയുന്നു, മലയാള സിനിമ സംഘടന, അമ്മയുടെ സംഘടന പോലും പിരിച്ചുവിടുന്ന ഘട്ടത്തിലേക്ക് ആ ഒരു റിപ്പോർട്ട് കൊണ്ടെത്തിച്ചു എന്ന് പറയാം. മലയാള സിനിമാ വ്യവസായത്തിൽ കടുത്ത ലിംഗ അനീതിയും ലൈംഗിക ചൂഷണവും എന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നടത്തിയത്. പുറമേ കാണുന്നത് പോലെ സുന്ദരമല്ല മലയാള സിനിമയിലെ താരങ്ങളും നക്ഷത്രങ്ങളും എന്ന ആമുഖത്തോടെയാണ് ലിംഗവിവേചനവും ലൈംഗിക അതിക്രമവും ക്രിമിനൽ പ്രവൃത്തികളും ലോബിയിങ്ങും വെളിപ്പെടുത്തുന്ന വിശദമായ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ 1 കോടി ചെലവഴിച്ച് സർക്കാർ രൂപം കൊടുത്ത ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആയുസ് തിങ്കളാഴ്ച വരെ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്നല്ല, പരാതിയിലില്ലാത്ത വിഷയങ്ങളിലും FIR രജിസ്റ്റർ ചെയ്യാമോ എന്ന വിഷയത്തിൽ തിങ്കളാഴ്ച സുപ്രീം കോടതി വിധി പറയും. കേസെടുക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലാകും. സർക്കാരിന്റെ താല്പര്യവും ഇത് തന്നെയാണ്. മലയാള സിനിമയിലെ ഉന്നതർക്കെതിരെയുള്ള പരാതി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ചിന്തയിലാണ് സർക്കാർ. സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ എങ്ങനെയെങ്കിലും കേസ് അവസാനിപ്പിക്കണമെന്ന ചിന്തയിൽ തന്നെയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2017 മുതൽ 2020 വരെ കമ്മീഷന്റെ ചിലവ് 1,06,55,000 രൂപയായിരുന്നു എന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ജസ്റ്റിസ് ഹേമ 1,03,22,254 രൂപ കൈപ്പറ്റിയതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. 2019 റിപ്പോർട്ട് സമർപ്പിച്ചത്. പണമില്ലാതെ നട്ടം തിരിയുന്ന സർക്കാരാണ് ഇത്തരത്തിൽ 1 കോടിയിലേറെ രൂപ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പൊട്ടിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സുപ്രീം കോടതി തന്നെ നടത്തിയിരുന്നു. തെളിവില്ലാതെ എന്തിനാണ് കേസ് എടുക്കുന്നതെന്നും പ്രാഥമിക അന്വേഷണം നടത്താതെയാണോ കേസ് എടുത്തതെന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അടക്കം ലൈംഗിക താല്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന രീതിയിൽ അധികാരക്രമം ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്ന നിരവധി മൊഴികളും കമ്മിറ്റിക്ക് കിട്ടി. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് അടിവരയിൽ ഇടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലൈംഗിക അതിക്രമം എന്നതിനൊപ്പം ലഹരി ഉപയോഗം വ്യാപകമാണെന്നും റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിൽ ആൺമേൽക്കോയ്മയാണ് നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിലെ മുൻനിര അഭിനേത്രിമാർ ഉൾപ്പെടെ 50-ലേറെ പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനവും ചൂഷണവും വിശദമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദരചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ലെന്നാണ് തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുതെന്നും ഉപ്പ് പോലെ കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണെന്നും പറഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. വഴങ്ങാത്തവർക്ക് അവസരങ്ങളില്ല. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു. അതുപോലെ ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുണ്ട്. സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട്. പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു. സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. മലയാള സിനിമയിൽ ആൺമേൽക്കോയ്മ നിലനിൽക്കുന്നു. സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു. അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു. നടിമാർ ജീവഭയം കാരണം തുറന്നു പറയാൻ മടിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ലൈംഗികത ആവശ്യത്തിന് വഴങ്ങിയാൽ മാത്രമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2017 മലയാള സിനിമയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. വലിയ വിവാദമായ സംഭവത്തെ തുടർന്നാണ് മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത്. നിയമപരമായ ചട്ടക്കൂടുകളില്ലാതെ പ്രവർത്തിക്കുന്ന പുരുഷ മേധാവിത്വ ഇടമെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ചൂഷണങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെ അഭിസംബോധന ചെയ്യാനും ആവശ്യങ്ങൾ ഉയർന്നു. ഇതോടെയാണ് സിനിമയിൽ കൂടുതൽ ലിംഗ സൗഹൃദമാക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താനായി വിമൻ ഇൻ കളക്റ്റീവ് സ്ഥാപിക്കപ്പെട്ടത്. വനിതാ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന WCC സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി.
2017 ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷനായ മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു. ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് അത് ആദ്യമായിട്ടായിരുന്നു. എന്തായാലും തിങ്കളാഴ്ച അറിയാം ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് എത്രത്തോളം നിലനിൽക്കുന്നു, എത്രത്തോളം പ്രസക്തി ഉണ്ട്, അതോ ഇത് ഒന്നുമല്ലാതായി തീരുമോ എന്നുള്ളത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.